Hello everyone, welcome back to ഒരു കഥ சொல்லட்டு മാസ്. My dear ladies and gentlemen, may the devil take you എന്ന ഇന്തോനേഷ്യൻ ഹൊറർ മിസ്റ്ററി സിനിമ നമ്മൾ കണ്ടു. ആ സിനിമയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യ ഭാഗം കാണാത്തവർക്കും ഈ സിനിമ കാണാം. ആ സിനിമ എങ്ങനെയാണോ നമ്മൾ കണ്ട് പേടിച്ച് ചിരിച്ചത്, അതിനേക്കാളും ഭയങ്കരമായി ഇന്ന് നിങ്ങൾ പേടിച്ച് കരയാൻ പോകുന്നു. ആ സിനിമയുടെ പോലത്തെ വൺലൈൻ അല്ല ഈ സിനിമയ്ക്ക്. ഇത് സാധാരണ പ്രേതകഥയല്ല, ഒരു പേയ് പ്രേതകഥയാണ്. അതുകൊണ്ട് തന്നെ സിനിമയുടെ കഥ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു മുറിക്കുള്ളിൽ ഒറ്റയ്ക്ക് പ്രേതബാധ കൂടിയ പോലെ ഒരു പെൺകുട്ടി ഇരിപ്പുണ്ട്. അവൾ എന്തോ ശബ്ദം കേട്ട് ഡോറിനടുത്ത് വന്ന് നോക്കുമ്പോ മറ്റൊരു പെണ്ണ്, അത് അവളുടെ സിസ്റ്റർ ആണെന്ന് തോന്നും. അവൾ കഥവ് തുറന്ന് കൊടുത്ത ഉടനെ അവൾ വന്ന് ഈ വലിയ പെണ്ണിനെ കെട്ടിപ്പിടിച്ചിട്ട്, നീ ഇങ്ങനെ തനിച്ചിരിക്കാൻ പാടില്ല, നീ പറയുന്ന കാര്യമൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇതൊക്കെ നിന്റെ തോന്നലാണ്, നീ എന്റെ കൂടെ വായോ, ഇവിടെ ഇരിക്കണ്ട, അയാൾ മരിച്ചു പോയിട്ട് ഒരുപാട് കാലായി, അയാൾക്ക് തിരിച്ചു വരാൻ കഴിയില്ല, നീ അത് മനസ്സിലാക്ക് എന്നൊക്കെ പറയുമ്പോ ആ പെൺകുട്ടി അവളുടെ ഷർട്ട് മാറ്റി കാണിച്ചു കൊടുക്കും. അവളുടെ ശരീരം മുഴുവൻ ആരൊക്കെയോ മർദ്ദിച്ച രീതിയിൽ ഒരുപാട് ചോര തടിച്ച പാടുകളുണ്ട്. ചെറിയ പെണ്ണ് അത് കണ്ട് പേടിക്കും. എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോ അവള് പറയും, അവൻ നമ്മളെ വിട്ട് പോയിട്ടില്ല, എന്റെ കൂടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് അവള് പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. ഈ പെൺകുട്ടി അവളെ കെട്ടിപ്പിടിച്ചിട്ട് സമാധാനിപ്പിക്കുമ്പോ അവള് പുറത്തു നോക്കി എന്തോ കൊണ്ട് പേടിച്ചിട്ട് കൈ നീട്ടി കാണിക്കും. അപ്പൊ ഈ ചെറിയ പെണ്ണ് അവിടെ ചെന്ന് നോക്കുമ്പോ അവിടെ ഒന്നും ഉണ്ടാവില്ല. അവള്, നീ പേടിക്കണ്ട, ഇന്ന് രാത്രി ഞാൻ നിന്റെ കൂടെ തന്നെ കിടക്കാന്ന് പറഞ്ഞിട്ട് അവളും ആ പെണ്ണിന്റെ കൂടെ തന്നെ കിടക്കും. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് രാത്രി ഉറങ്ങുന്ന സമയത്ത് ഈ ചെറിയ പെണ്ണിന് ഏതോ ഒരു പയ്യൻ വിളിക്കുന്നുണ്ട്. അവള് ഫോൺ എടുത്ത് പുറത്തു വരുമ്പോ ആ പയ്യൻ ചോദിക്കും, എന്ത് സംഭവിച്ചു എന്ന്. അവള് പറയും, ഗ്ലാഡിസ് ഒരുപാട് പേടിച്ചിരിക്കുകയാണ്, അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഫാദർ തിരിച്ചു വന്നു, അയാളാണ് അവളെ മർദ്ദിക്കുന്നതെന്ന്, അവളുടെ ശരീരത്ത് മുഴുവൻ പാടുകളുണ്ട്, അവള് പറയുന്നത് വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല എന്നൊക്കെ അവള് പറയുമ്പോ ആ ചെക്കൻ പറയും, അവളുടെ തോന്നലാണ്, അവളെ നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം എന്ന് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം അവിടെയുള്ള ജനലിൽ നിന്ന് കാറ്റ് ബലമായി അകത്തേക്ക് അടിക്കുന്നുണ്ട്. ഇവൾ ആ ജനലടച്ചിട്ട് അവിടുന്ന് മാറിപ്പോകുന്ന സമയം നമ്മൾ മുന്നേ കണ്ട ഗ്ലാഡിസ് ആ പെണ്ണിന്റെ കൂടെ കണ്ണട വെച്ച വേറൊരു പെൺകുട്ടിയും കൂടിയുണ്ട്. അവളല്ല ഈ പെണ്ണ്, ഇത് വേറൊരു പെണ്ണ്. അവള് വന്നിട്ട് അവിടുത്തെ ടേബിളിൽ നോക്കുമ്പോ പഴയ സിനിമയില് ഒരു കുടുംബം മുഴുവൻ കൊല ചെയ്യപ്പെട്ടില്ലേ, അതിന്റെ ന്യൂസ് ഉണ്ടാവും. മാത്രമല്ല വേറൊരു കുടുംബം, അതിലൊരു മനുഷ്യൻ മാത്രം തീ കൊണ്ട് ചുട്ടരിച്ച് കൊല ചെയ്യപ്പെട്ടു, അതിന്റെ ന്യൂസ് ഉണ്ടാവും. ഒപ്പം ഒരാളും കൂടെ കുറെ കൊച്ചുകുട്ടികളും. അവളെ ഫോട്ടോ കണ്ട് ചിരിക്കുന്നുണ്ട്. സോ അവളും ആ ഫോട്ടോയിൽ ഉണ്ടാവണം. ആ സമയത്ത് ജനലരികില് എന്തോ ഒരു രൂപം വന്നിട്ട് ഇവളെ നോക്കി ചിരിക്കുന്നുണ്ട്. ഇവളെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോ അവിടെ വെച്ച് ബ്ലാക്ക് ഔട്ട് ചെയ്താ. പിന്നെന്താ സംഭവിച്ചെന്നറിയില്ല. പിറ്റേ ദിവസം രാവിലെ ആ ഗ്ലാഡിസ് പെണ്ണ് ശരീരം മുഴുവൻ മുറിവൊക്കെ ആയിട്ട് ഈ ചെറിയ പെണ്ണിനെ അന്വേഷിച്ച് പുറത്തു വരും. അവളുടെ പേര് ദേവി എന്നാണ്. ദേവി എന്ന് വിളിച്ചിട്ട് അവള് പുറത്തു വന്ന് നോക്കുമ്പോ അവിടെ ആരും ഉണ്ടാവില്ല. തറയിലായിട്ട് മുകളിൽ നിന്ന് രക്തം ഒറ്റുന്നുണ്ടാവും. ഇവള് പേടിച്ച് മുകളിലേക്ക് നോക്കുമ്പോ ശരീരം മുഴുവൻ വെട്ടി കീറി പഴുത്ത് വിണ്ട് കീറിയ അവസ്ഥയിൽ ആ ദേവി പെണ്ണ് സീലിംഗിൽ ഒട്ടി നിപ്പുണ്ട്. അവളുടെ ചുറ്റും സാത്താന്റെ മുദ്ര രക്തം കൊണ്ട് വരച്ചിട്ടുണ്ട്. ആ പെണ്ണ് പൊടുവെന്ന് തന്നെ താഴെ വീഴും. വീണ സ്ഥലത്ത് തന്നെ അവള് മരിക്കാണ്. ഈ ഗ്ലാഡിസ് അത് കണ്ട് ഒച്ച വെച്ച് നിലവിളിക്കുമ്പോ അവിടുന്ന് ടൈറ്റിലിട്ട് സെബലം എപ്പിലസ് മജ്ബൂത്ത് പാർട്ട് 2 ആരംഭിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങകലെ ദൂരെയായി ഒരു അപ്പാർട്ട്മെന്റ്. ആ അപ്പാർട്ട്മെന്റിന്റെ അകത്തുണ്ട് നമ്മുടെ ആദ്യ പാർട്ടിലെ നായിക ആൽഫി, അവളുടെ അനിയത്തി നാറ. അവരിപ്പോ ഇവിടെയാണ് താമസിക്കണേ. സോ പഴയ പാർട്ടിന്റെ ബാക്കി ഭാഗം തന്നെയാണിത്. അവളുടെ കയ്യിൽ ഇപ്പോഴും ആ പാടുണ്ട്. ആൽഫി ഫാമിലി ഫോട്ടോ കണ്ട് വിഷമിച്ചിരിക്കുന്ന അവളുടെ അനിയത്തി നാറയെ സമാധാനിപ്പിച്ചിട്ട്, ഇപ്പൊ നിനക്ക് ഞാനും എനിക്ക് നീയും മാത്രമേ ഉള്ളൂ, നിന്നെ ഒരിക്കലും ഞാൻ വിഷമിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ കിടത്തി ഉറക്കി. ഇവള് വന്നിട്ട് വേറെ ഒരു മുറിയിൽ കിടക്കുവാണ്. പേടിയുള്ളവരിരുന്നാ പിന്നെ ഒരുമിച്ച് കിടന്നൂടെ? അങ്ങനെ കിടക്കൂല, കാരണം അങ്ങനെ കിടന്ന പ്രേതം വരില്ലല്ലോ. മുറി വന്ന് കിടന്നവള് ലൈറ്റ് ഓഫാക്കി ഓണാക്കി കളിച്ചുകൊണ്ടിരിക്കുമ്പോ പുറകെ നിന്നൊരു ശബ്ദം കേൾക്കും. അപ്പൊ ഒരു രൂപം ഇട്ടിട്ട് അവളുടെ പുറകെ വന്ന് നിപ്പുണ്ട്. നാക്കം തള്ളിയിട്ട് അവള് പേടിച്ച് പറിച്ച് തിരിഞ്ഞു നോക്കുമ്പോ അവിടെ ഒന്നും ഉണ്ടാവില്ല. വീണ്ടും അവൾ ഓഫാക്കി ഓണാക്കി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ അവളുടെ അപ്പാർട്ട്മെന്റിന് പുറത്തായിട്ട് ഒരുത്തൻ അവളുടെ മുറിനെ തന്നെ നോക്കി നിപ്പുണ്ട്. നേരം പുലർന്നു. ആൽഫി എഴുന്നേക്കുമ്പോ ഏതോ ഒരുത്തൻ അവളുടെ മുറി വന്നിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ അടിച്ചു മാറ്റുന്നു. ഇവളൊരു ബാറ്റ് എടുത്ത് കുട്ടുക്ക് അവന്റെ തലയ്ക്ക് ഒരെണ്ണം. അവിടെ തന്നെ അവൻ വീണു. പിന്നെ വീടിനകത്ത് വരുമ്പോ അവിടെ വേറൊരു പെണ്ണ് അവളുടെ കവട്ടയ്ക്ക് ഒരു കുത്തും കുത്തി പിന്നെ ഓടും. അപ്പൊ നാറയുടെ അടുത്ത് വേറെ 2 പേര് അവരെ ഓരോരുത്തരായിട്ട് അടിച്ചിടുമ്പോ ഒരുത്തൻ ആൽഫി നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല, ഞങ്ങൾക്ക് നിന്നെ അറിയാം, നിന്റെ സഹായം വേണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അപ്പത്തേക്കും കൂടെയുള്ള വേറൊരുത്തം വന്നിട്ട് അവളെ ഷോക്കടിപ്പിച്ച് താഴെ വീഴ്ത്തും. അങ്ങനെ ബോധം കെട്ട് കിടക്കുന്ന ആൽഫി, അവളുടെ ചുറ്റും 4 മുഖം മൂടിക്കൊള്ളക്കാര്, അതിലൊരു പെണ്ണും കൂടിയുണ്ട്. ഈ 4 പേരും ആൽഫിനെയും അവളുടെ അനിയത്തിനെയും കൂട്ടി കാറി കയറ്റി ദൂരെയായി കാടും മലയും കടന്ന് യാത്രയാവുകയാണ്. അങ്ങകലെ ഒരു വീട്ടിലേക്ക്. കാടിന് നടുവിലായിട്ട് ഒരു വീടുണ്ട്. ആ വീടിനടുത്ത് ഒരു മരമുണ്ട്. ഇവർ ആൽഫിനെ ഡിക്കിയിലിട്ടാണ് കൊണ്ടുവരിക. അപ്പൊ വീട്ടിൽ നിന്ന് ഒരു കിപ്പിമുടി പെണ്ണ് ഇറങ്ങി വന്നിട്ട് പറയും, എന്താടാ ഈ കാണിച്ചു വെച്ചിരിക്കണേ, ഇവളെ ഇങ്ങനെയാണോ കൊണ്ടുവരാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോ അമ്മാര് പറയും, അല്ലെങ്കിൽ ഇവളെന്നെ ഞങ്ങളെ തല്ലിക്കൊന്നേനെ. ആ ഗ്ലാഡിസ് പെണ്ണും അവിടെ തന്നെയുണ്ട്. അങ്ങനെ അവര് നമ്മുടെ ആൽഫിനെയും നാറേനെയും അകത്ത് കൊണ്ടുപോകും. ബോധം വന്ന ആൽഫി എഴുന്നേറ്റ് നോക്കുമ്പോ അവൾ എവിടെയാന്ന് അവൾക്ക് മനസ്സിലാവില്ല. അവള് നാറാന്ന് ഒച്ച വെച്ചിട്ട് ചുറ്റും നോക്കുമ്പോ അവിടെ ഒരു ചെക്കൻ ഇരിപ്പുണ്ട്. അവൾക്ക് മനസ്സിലാവും അവൾ കൃത്യമായിട്ട് തലക്കിട്ട് കൊടുത്ത് ആ ചെക്കനാണ്. അവനാണെങ്കിൽ കലിപ്പെടുത്തിട്ട് ആ ഷോക്കടിപ്പിച്ച സാധനം അത് വേണമെങ്കിൽ എടുത്തോന്ന് പറയും. അവള് ചാടി വന്നിട്ട് അത് എടുക്കാൻ നോക്കുമ്പോ അപ്പോഴാണ് അവളുടെ കാല് കെട്ടിവെച്ചിരിക്കണായിട്ട് അവൾക്ക് മനസ്സിലാവുക. അവള് കുറെ പച്ചത്തെറിയൊക്കെ വിളിക്കുന്നുണ്ട്.
വരുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് ആ കിപ്പിമുടി പെണ്ണും പിന്നെ വേറൊരു ചെക്കനും വരുന്നുണ്ട്. അവന്റെ പേര് ബുട്ടി എന്നാണ്. അപ്പോഴാണ് കിപ്പിമുടി പറയാ, നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്, ഞങ്ങൾക്ക് നിന്റെ സഹായം വേണം, അതിനു വേണ്ടിയിട്ടാണ്. നീയല്ലാതെ വേറെ ആരെ കൊണ്ടും ഞങ്ങളെ സഹായിക്കാൻ പറ്റില്ല എന്നവൾ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഇവള് നാറെ എവിടെ, നീയൊക്കെ ആരാ, എന്തിനാ എന്നെ കൊണ്ടുവന്നതെന്ന് ചോദിക്കും. അപ്പോ ഈ കിപ്പി പെണ്ണ് ഒരു ഫോട്ടോ എടുത്ത് കാണിക്കുന്നുണ്ട്. ആ ഫോട്ടോയില് നമ്മൾ മുന്നേ കണ്ട ഒരു കൂട്ടം പിള്ളേരും പിന്നെ ഒരു തന്തയും. ആ പെണ്ണ് പറയും, ഈ വീട് ഒരു ഓർഫനേജ് ആയിരുന്നു, മക്കളില്ലാത്ത ഒരു അച്ഛനും അമ്മയും നടത്തിയ ഓർഫനേജ്. അവിടുത്തെ അമ്മ ഒരു ദിവസം മരിച്ചുപോയി. അത് കഴിഞ്ഞ് ഇതൊരു നരകമായിരുന്നു. അമ്മ മരിച്ചു കഴിഞ്ഞ് അച്ഛൻ ഇവിടെയുള്ള എല്ലാ കുട്ടികളെയും പീഡിപ്പിക്കാൻ തുടങ്ങി. വെളിച്ചമില്ലാത്തൊരു മുറിയിൽ പൂട്ടിയിട്ട് ആഴ്ചകളോളം വെള്ളമോ ആഹാരമോ കൊടുക്കാതെ അവരെ പീഡിപ്പിച്ചു. അനുസരിക്കാത്ത എല്ലാവർക്കും അതാണ് വിധി. ഞങ്ങളെല്ലാവരും പേടിച്ചു വിറച്ചാണ് ഈ വീട്ടിൽ കഴിഞ്ഞത്. സോ ഇവരെല്ലാവരും ഈ വീട്ടിൽ വളർന്ന ആ ഓർഫനേജ് പിള്ളേരാണ്. അവസാനം ഒരു ദിവസം ആ വീട്ടിലെ അച്ഛൻ ഈ വീട്ടിൽ വെച്ച് തന്നെ അപകടത്തിൽ തീ കൊണ്ട് വെന്തു മരിച്ചു. അത് പറയുമ്പോ തന്നെ ആൽഫിക്ക് മനസ്സിലാവും ഇവരാണ് ആ അച്ഛനെ കൊന്നതെന്ന്. സംഭവം ഇവർ തന്നെയാണ് പീഡനം താങ്ങാൻ പറ്റാതെ ആ അച്ഛനെ കൊന്നത്. ആൽഫി പറയും, എനിക്ക് മനസ്സിലാവും, കാരണം എന്റെ സ്വന്തം പെങ്ങളെ ഞാൻ കൊല്ലേണ്ടി വന്നു. ആ എന്നോടാണ് നിങ്ങൾ ഈ കഥ പറയുന്നത്. അപ്പൊ ബുഡ്ഡിച്ചകൻ വന്നിട്ട് അവളുടെ കെട്ടഴിച്ചു കൊടുക്കും. എന്നിട്ട് അവൻ കിളിച്ചോണ്ട് നിൽക്കുമ്പോ ഇവള് മോന്തയ്ക്ക് ഒരു കുത്തു കൊടുത്തിട്ട് ഇന്ന് രാവിലേക്ക് ഇത് മതിയല്ലോ എന്ന് പറയുന്നുണ്ട്. അവരെല്ലാവരും കലിപ്പെടുത്ത് പുറത്തേക്ക് ഇറങ്ങി പോകും. എന്നിട്ട് ഇവളോട് വരാൻ പറയുമ്പോ ഇവള് പുറത്തിറങ്ങി വരും. ആ സമയത്ത് ഇവളുടെ അടുത്തുള്ള വേറൊരു മുറി തുറന്നിട്ട് അവിടെ ഒരു ചെറിയ പാവ നിപ്പുണ്ടാവും. ഇവൾ ആ പാവയെ കണ്ടിട്ട് അങ്ങോട്ട് മെല്ലെ നടന്നു പോകും. ആ പടി കയറി മുകളിലേക്ക് പോകുമ്പോ അതാണ് ആ പഴയ തന്തയുടെ മുറി. ഇവളവിടെ എന്താണ് സംഭവം എന്ന് പറഞ്ഞ് ചുറ്റും ചെക്ക് ചെയ്ത് നടക്കുമ്പോ പുറകീന്നൊരു വിളി വരും, ആൽഫി ആൽഫി. ആ സാധനം ഒരു ചെയ്ത്താൻ പുറകെ വന്ന് അവളെ വിളിക്കുന്നുണ്ട്. ഇവള് തിരിഞ്ഞു നോക്കുമ്പോ ഒന്നും കാണില്ല. തിരിച്ചു വരാൻ നിൽക്കുമ്പോ ആ സ്റ്റെയർ കേസിന്റെ താഴെയായിട്ട് എന്തോ ഒരു രൂപം 4 കാലിൽ നിപ്പുണ്ട്. ഇവള് സൂക്ഷിച്ചിങ്ങനെ നോക്കുമ്പോ അതിങ്ങനെ അവളുടെ അടുത്ത് ഊട്ടി വന്ന് അവളുടെ മുഖത്തേക്ക് എടുത്തു ചാട്ടും. ഇവള് പേടിച്ച് പുറകിലേക്ക് തെറിച്ചു വീഴും. എഴുന്നേറ്റ് നോക്കുമ്പോ ഒന്നും ഉണ്ടാവില്ല. ജീവനം കൊണ്ട് അവള് ഓടി വരുമ്പോ ഇവിടെ ബാക്കിയുള്ള എല്ലാവരും അവിടെ തന്നെ ഉണ്ടാവും. അവളുടെ അനിയത്തി നാറ അവൾ ഓടി വന്ന് അനിയത്തിയെ കെട്ടിപ്പിടിക്കും. ഇവര് ആൽഫി ഇരിക്കാൻ പറഞ്ഞിട്ട്, ഞങ്ങളൊരു കാര്യം പറയാം, ഞങ്ങളിവിടെ ഒത്തുകൂടിയത് മറ്റൊന്നും കൊണ്ടല്ല. ആദ്യമൊന്നും ഞങ്ങൾ ഇത് സത്യമാണെന്ന് വിചാരിച്ചില്ല, ഗ്ലാഡിസിന് മാത്രമേ ഇത് ആദ്യം അനുഭവപ്പെട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരെ ഗ്ലാഡിസിനെ ചൂണ്ടിക്കാണിക്കും. അപ്പോഴാണ് അവർ പറയാ, ദേവിയുടെ മരണം അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് ഈ കുടുംബത്തിൽ മരിക്കാൻ പോവാണ്. കാരണം ഇവരുടെ വളർത്തച്ഛൻ ഈ ഓർഫനേജിലുണ്ടായിരുന്ന ആ തന്ത ഇവരുടെ എല്ലാവരുടെയും ആത്മാവിനെ വെച്ചിട്ടാണ് എന്തോ പൂജ ചെയ്തിരിക്കുന്നത്. ആ സമയത്താണ് ഇവരെ തന്തനെ കൊന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രേതം തിരിച്ചു വന്നിട്ട് ഇവരുടെ എല്ലാ ജീവനെടുക്കുമെന്ന് ഇവർക്ക് പേടിയാണ്. അപ്പൊ പത്രത്തിലെ ന്യൂസ് കണ്ടിട്ടാണ് ഇവർ ആൽഫിനെ കാണാൻ പോയിട്ട് ആൽഫിനെ പൊക്കിയെടുത്തോണ്ട് വരുന്നത്. അപ്പൊ ഇവരുടെ കൂടെ തന്നെയുള്ള ഒരു പെണ്ണുണ്ട്. അവക്ക് മാത്രം ഇവര് പറയുന്നതിനോട് യോജിപ്പുണ്ടാവില്ല. അവൾ ഇവരെല്ലാവരെയും കാണാൻ വേണ്ടി മാത്രം വന്നാണ്. അവക്ക് ഈ സാത്താനിലൊന്നും വിശ്വാസം ഉണ്ടാവില്ല. അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അപ്പൊ നമ്മുടെ ആൽഫി ചോദിക്കും, എന്നെ എന്തിനാണ് നിങ്ങൾ കൊണ്ടുവന്ന്? ഇവരൊരു ബ്ലാക്ക് ബൈബിൾ, അതായത് സാത്താന്റെ ബൈബിൾ മുന്നേ പടത്തി നമ്മൾ കണ്ടതാണ്. അതുപോലൊരു സാധനം ഇവക്ക് എടുത്തു കാണിക്കും. അതില് ഇവളെ പിന്തുടർന്ന അതേ സാത്താൻ. ഇവളത് കണ്ട ഉടനെ പേടിച്ച് പുറത്തേക്ക് ഓടി വന്ന് ഛർദ്ദിക്കുന്നുണ്ട്. ആ ബോഡി പയ്യൻ പുറകെ വരും. നീ വേണം ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുമ്പോ ആൽഫി ആ ബൈബിൾ എങ്ങനെ ഇവിടെ വന്നു എന്ന് ചോദിക്കുമ്പോ ആ പയ്യൻ പറയും, ഇവന്റെ ചെറുപ്രായത്തില് ആ തന്തയ്ക്ക് നമ്മൾ നേരത്തെ കണ്ട അതേ വിച്ച് അവള് വന്നിട്ട് ആ തന്തയ്ക്ക് ആ പുസ്തകം കൊടുക്കും. അന്ന് മുതലാണ് ഇവൻ ആ സാത്താൻ സേവ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആൽഫി പറയും, ഇവളുടെ അച്ഛന്റെ ഗ്രീഡ് സമ്പത്തായിരുന്നു. എന്തായിരിക്കും ഇവരുടെ ആ വളർത്തു തന്തയുടെ ആവശ്യം? ഒരു പക്ഷേ ആ മരിച്ചുപോയ അവന്റെ ഭാര്യയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാവും എന്നൊക്കെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവന്റെ കയ്യിലൊരു വോക്കി ടോക്കി ഉണ്ട്. കാരണം ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മൊബൈൽ ടവർ ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് ഇവരെല്ലാവരും ഒത്തുകൂടി അവരെ പൂട്ടിയിടുന്ന ആ വീട്ടിലെ കിച്ചണിലേക്ക് വരികയാണ്. അവിടുത്തെ ബേസ്മെന്റിലാണ് ആ തന്ത ആ പൂജയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അവർ ആ ബേസ്മെന്റിന്റെ ഡോർ ഇളക്കി മാറ്റി നമ്മളെല്ലാവരും താഴത്ത് പോകണമെന്ന് പറയും. പോയി അവിടെ എന്താണുള്ളതെന്ന് ചെക്ക് ചെയ്യണം. ഇതുവരെ ആരും തന്നെ അതിനെ താഴത്തേക്ക് പോയിട്ടില്ല. എല്ലാവരും പേടിച്ച് വരച്ച് നിൽപ്പുണ്ട്. അപ്പോ നമ്മൾ മുന്നേ കണ്ടില്ലേ ഇതിലൊന്നും വിശ്വാസമില്ലാത്ത പെണ്ണ്. അവക്ക് പേടിയുണ്ട്, എന്നാലും അവള് എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മാറിപ്പോ നിൽക്കും, ആ പേടി കാണിക്കാതെ. അപ്പൊ ആൽഫി അവളുടെ അനിയത്തി നാറയെ അവളുടെ കൂടെ തന്നെ നിൽക്കാൻ പറഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാവരും ബേസ്മെന്റിലെ പടി ഇറങ്ങി താഴത്തേക്ക് വരുവാണ്. അവിടെ മൊത്തം ഇരുട്ട്. അവിടെയായിട്ട് മരിച്ചുപോയ ആളുടെ ഈ പോലീസുകാരൊക്കെ വരച്ചു വയ്ക്കില്ലേ, ആ സാധനം വരച്ചിട്ടുണ്ട്. സോ അവിടെ വെച്ചാണ് ആ പഴയ തന്ത ചത്തുപോയത്. അവിടെ വന്ന ഉടനെ തന്നെ ആൽഫിക്ക് എന്തോ ഫീൽ ചെയ്യാൻ തുടങ്ങും. അവരാ സാത്താന്റെ പുസ്തകം എടുത്ത് ആൽഫിക്ക് കാണിച്ചു കൊടുക്കും. എന്നിട്ട് അതിലൊരു കേഴ്സുണ്ട്, ഒരു ശാപം. അത് തീരണമെങ്കിൽ പാതി പറഞ്ഞ ആ മന്ത്രം അത് മുഴുവനായിട്ടും പറയണം, എന്നാ മാത്രമേ ആ ശാപം തീരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവളോട് ആ ശാപം തീർക്കാൻ പറയും. ഇവളെ കൊണ്ട് മാത്രമേ അത് കഴിയുള്ളൂ. അങ്ങനെ ഒരു കത്തിയെടുത്ത് ആൽഫി സ്വന്തം കൈമുറിച്ച് അതിലെ രക്തം ആ ബുക്കിലേക്ക് പതിപ്പിച്ച് അവൾ ആ മന്ത്രം ഉരുവിടുകയാണ്. ആ സെക്കൻഡ് തന്നെ അവളുടെ ശരീരത്തേക്ക് എന്തോ പാഞ്ഞു കയറും. അവൾ കടന്ന് വിറയ്ക്കാനും ശബ്ദിക്കാനും തുടങ്ങും. അങ്ങനെ എന്തോ ഒരു സാത്താൻ അവളെ പിടിച്ചിങ്ങനെ വിറപ്പിച്ചോണ്ടിരിക്കുമ്പോ അവൾക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വരും. ആ വീട്ടിൽ നടന്നത് ഈ പിള്ളേരൊക്കെ അവന്റെ പീഡനം സഹിക്കാൻ പറ്റാതെ അവൻ ഈ ബേസ്മെന്റ് മുറിയിൽ തള്ളിയിട്ട് അവന്റെ മേത്തേക്ക് പെട്രോൾ ഒഴിക്കും. അപ്പൊ അവൻ ചിരിച്ചിട്ട്, എന്റെ യജമാൻ വരും നിങ്ങളുടെ എല്ലാം ആത്മാക്കളെ കൊണ്ടുപോകാൻ എന്ന് ശാപം പറയുന്നുണ്ട്. അപ്പൊ ഈ മരിച്ചുപോയില്ലേ ദേവി, ആ പെണ്ണാണ് തീപ്പെട്ടി കത്തിച്ച് അവന്റെ മേത്തിടുക. അയാളങ്ങനെ ആ തീയിൽ വെന്തുരുകി അവിടെ തന്നെ മരിച്ചു വീഴും. ആ സ്വപ്നം കണ്ടു കഴിഞ്ഞ ഉടനെ നമ്മുടെ ആൽഫി ബോധം കെട്ട് വീഴും. അവള് ബോധം കെട്ട് വീണ് ആ മുറി തന്നെ ഇരുട്ടാവും. ഭയങ്കര തണുപ്പ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, തണുപ്പ് വന്നാൽ ടെമ്പറേച്ചർ മാറിയാൽ ആ മുറിക്കകത്ത് മൂലയ്ക്കായിട്ട് ഒരു സാധനം ഇരിപ്പുണ്ടാവും. എല്ലാവരും ആ തണുപ്പിൽ വിറച്ചോണ്ടിരിക്കുവാണ്. അപ്പൊ അവിടെ മുകളിലായിട്ട് നമ്മുടെ പേടിയില്ലാത്ത പെണ്ണ്, അവളുടെ കൂടെ തന്നെ നാറ ഇരിപ്പുണ്ട്. നാറ കൈ നീട്ടി എന്തിനെയോ കാണിക്കും. അത് വാക്കി ടോക്കിയാണ്.
ഈ പേടിയില്ല പെണ്ണ് ആ വോക്കി ടോക്കിയില് അതെടുത്തെന്തോ സംസാരിക്കുമ്പോ ഇവിടെ യുവമാർക്ക് എന്തോ കേൾക്കും. പക്ഷെ അത് ആ പെണ്ണല്ല, ഒരു സാത്താന്റെ ചിരി. നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാവ് എന്റെ കയ്യിലാന്ന് പറഞ്ഞ് അത് കടന്ന് ചിരിക്കുന്നുണ്ട്. ഇവരൊക്കെ പേടിച്ചു വരച്ച് നിൽക്കുമ്പോ അവിടെ ഒരു ചക്രം, ഒരു സുദർശന ചക്രം പോലത്തെ ഒരു ചക്രം അത് കടന്ന് വിറയ്ക്കും. ആ മുറിയുടെ മുകളിലത്തെ ഡോറടയും. അവിടുത്തെ കസേരകളൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടാൻ തുടങ്ങും. എന്നിട്ട് ഒരു കസേര മാത്രം മുന്നിലേക്ക് ഇളകി വന്ന് അത് മുകളിലേക്ക് ഇങ്ങനെ പറന്നുയരും. എന്നിട്ട് പെട്ടെന്ന് മോളി അടിച്ച് പൊട്ടിച്ചെതറും. ചുറ്റുമുള്ള കസേര ടേബിൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് ചാടി പറന്ന് തന്നെ പൊട്ടിച്ചെതറാൻ തുടങ്ങും. അപ്പൊ മുന്നേ ഇളകിക്കൊണ്ടിരുന്ന ആ സുദർശന ചക്രം അതിങ്ങനെ ശബ്ദം ഉണ്ടാക്കി കറങ്ങി ഇവരുടെ നേരെ വരും, ഇവരെ കട്ട് ചെയ്യാൻ. എന്നിട്ട് ആ കിപ്പി പെണ്ണ് അവളുടെ പുറകെ അത് പോയിട്ട് അവളുടെ തലയുടെ കുറച്ച് മുകളിലായിട്ട് അതങ്ങനെ തറച്ചു നിൽക്കും. അവളിങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുമ്പോ നമ്മുടെ ആൽഫി എന്തിനെയോ കണ്ട് പേടിച്ചിട്ട് കൈ ചൂണ്ടി കാണിക്കുന്നുണ്ട്. ഈ പെണ്ണത് കാണില്ല. പെട്ടെന്ന് അവളുടെ കഴുത്തില് എന്തോ ഒരു സാധനം പിടിച്ചമർത്തി അവളെ മുകളിലേക്ക് പിടിച്ച് വലിക്കും. അവരുടെ ചത്തുപോയ തന്ത ആൽഫി മാത്രമേ അതിനെ കാണുള്ളൂ. ഇവര് മുകളിൽ പൊങ്ങി കിടക്കുന്ന പെണ്ണിനെ താഴത്തേക്ക് പിടിച്ച് വലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ആ വെള്ള സാധനം വാ തുറന്നിട്ട് ആൽഫി ആൽഫി ഇവര് പേടിച്ച് വരച്ച് മാറി നിൽക്കും. ആ പെണ്ണ് നിലത്തേക്ക് തെറിച്ചു വീഴും. ഈ വീണ പെണ്ണിന്റെ മുടിയില് എന്തോ ഒരു സാധനം പിടിച്ച് അവളെ നിലത്തേക്ക് ആഞ്ഞടിക്കും. അവളുടെ തലമണ്ട പൊട്ടിച്ചു കളയും. അതാ തന്തയാണ്, ആ ചത്തുപോയ തന്ത. അവിടെ നിന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ നാറ എന്തിനെയോ കണ്ട് പേടിച്ച് കൈ നീട്ടുന്നുണ്ട്. അവള് കൈ നീട്ടിയ പണി വരും. പുറകെ തന്നെ ഈ പേടിയില്ല പെണ്ണ് ഒരു കത്തി എടുത്തിട്ട് അവള് കൈ നീട്ടിയ ഭാഗത്തേക്ക് പോകും. അതാ ബേസ്മെന്റ് ആണ്. അവൾ ആ ബേസ്മെന്റിന്റെ ഡോർ തുറക്കുമ്പോ താഴെയുള്ള ആൽഫി നിലവിളിച്ച് പറയും ആ ഡോർ അടക്കി, വേഗം അടക്കിയെന്ന്. പക്ഷെ അപ്പത്തേക്കും ഈ ചത്ത് കിടക്കുന്ന പെണ്ണ് അവൾ എഴുന്നേറ്റ് വന്ന് ആ പടി കയറി മുകളിലേക്ക് പോകും. എന്നിട്ട് ആ പേടിയില്ല പെണ്ണിന് ഒറ്റടി അവള് ബോധം കെട്ട് നിലത്ത് വീഴും. പിന്നെ അവളുടെ ശരീരത്ത് ആ സാത്താ കൂടി നാറ ശബ്ദം കേട്ട് അങ്ങോട്ട് വരുമ്പോ ആ സാധനം അവിടെ നിപ്പുണ്ട്. മുകളിലേക്ക് വന്ന ആ ബുഡി അവനെ തള്ളിവിട്ട് അത് ആ ഡോർ അടയ്ക്കും. എന്നിട്ട് നാറയുടെ പുറകെ പോകും. നാറ പേടിച്ചോടുവാണ്. അവൾ ഓടിപ്പോയി ആ ഡോർ വലിച്ചടയ്ക്കാൻ ശ്രമിക്കും. ഇത് മോന്തയൊക്കെ പുറത്തു വിട്ട് കറുത്ത വായിൽ എന്തൊക്കെയോ ചീറ്റുന്നുണ്ട് ജന്തു. നാറ ഡോർ എങ്ങനെയൊക്കെ വലിച്ചടച്ച് പേടിച്ച് അവള് മുകളിലേക്ക് ഓടും. അത് പുറകെ തന്നെ വരുന്നിട്ട് നിലത്തൂടെ ഇങ്ങനെ 4 കാലും വെച്ച് എഴഞ്ഞഴിഞ്ഞഴിഞ്ഞ് പമ്മി ജന്തുക്കൾ നടക്കുന്ന പോലെ നടക്കത്തുള്ളൂ. നേരെ നടക്കാൻ അറിഞ്ഞൂടാ. നാറ ഒരു മുറി കയറി വാതിലടയ്ക്കും. ആ സാധനം പുറകെ വന്ന് ആ വാതിൽ തല കൊണ്ടൊക്കെ മുട്ടി തട്ടി തെറിപ്പിക്കാൻ നോക്കും. എന്നിട്ട് വായും പൊളിച്ച് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഓ എന്നിട്ട് ഈ വവ്വാലിനെ പോലെ ആ വാതിലിൽ തൂങ്ങിക്കടന്ന് കാലം കൊണ്ട് ചവിട്ടുവാണത്. നാറ പേടിച്ചിട്ട് ആൽഫീന്ന് വിളിക്കും. അപ്പൊ താഴെ ആൽഫി ഒരു പൈപ്പ് എടുത്തിട്ട് അവളെ പൂട്ടിയിട്ട് ആ ഡോറ് തട്ടി പൊളിച്ച് മുകളിലേക്ക് വരുന്നുണ്ട്. ഈ പ്രേതം ഈ സാധനം ആ ഡോറും പൊളിച്ച് അകത്തി വന്നിട്ട് നാറ എന്ന് വിളിച്ച് ചുറ്റും നടക്കും. നാറയെ കാണില്ല. എന്നിട്ട് തുണിയൊക്കെ മറച്ചിട്ട് ചെക്ക് ചെയ്യുവാണ്. അവിടെ എവിടെയോ മറന്നു വെച്ച പോലെ. പ്രേതത്തിന് ആളെ കണ്ടുപിടിക്കാൻ പോലും പറ്റത്തില്ല. എന്ത് പ്രേതം, പിന്നെ ഞാൻ എങ്ങനെ ഇതിന് മര്യാദ കൊടുക്കുക പറയും. അപ്പൊ മുകളിലായിട്ട് ആ കബോർഡിന് മുകളിൽ ഒളിച്ചിരിക്കുകയാണ് നമ്മുടെ നാറ. ആ പ്രേതം അങ്ങനെ മുകളിലേക്ക് വന്ന് അവളെ പിടിച്ച് വലിക്കാൻ നേരം നാറ പേടിച്ചതിനെ തള്ളിവിട്ടിട്ട് അവളെ സ്ലിപ്പാവും. ആ അലമാര ആ പ്രേതത്തിന് മുകളിലേക്ക് തന്നെ വീണിട്ട് ആ പ്രേതം അങ്ങനെ ചമ്മന്തിയായി ചപ്പിളിയായി നിലത്തോട് പതിഞ്ഞു കിടക്കുവാണ്. അത് ചത്തുന്ന് പറഞ്ഞിട്ട് നാറ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ കഥവൊക്കെ പൊളിച്ചിട്ട് ഒരു കൈ പുറത്തേക്ക് വരും. എന്നിട്ട് ഇവളെ വിളിക്കും നാറാ എന്റെ അടുത്തേക്ക് വാ. അപ്പത്തേക്കും ആൽഫി അങ്ങോട്ട് ഓടി വന്നു. അവളെ പൈപ്പ് എടുത്തിട്ട് കലിപ്പെടുത്ത് അതിന്റെ അടുത്ത് പോയിട്ട് അതിന്റെ തല തന്നെ ഓങ്ങി അടിച്ചതിനെ കൊല്ലും. അപ്പത്തേക്കും ബാക്കിയുള്ള പിള്ളേരൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു. അതിനെ കൊന്നു കഴിഞ്ഞിട്ട് ഇവള് മാറിയിരുന്ന് കരഞ്ഞിട്ട് തിരിച്ചു നോക്കുമ്പോ ആ പ്രേതം കൈ പുറത്തേക്ക് നീട്ടിയിട്ട് ഫക്കെന്നുള്ള സിമ്പിൾ കാണിക്കും. തക്കാണ്, സാധാരണ പ്രേതമല്ല, തക്ക് പ്രേതാണത്. മച്ചാൻ ഇവള് ദേഷ്യം വന്ന് തിരിച്ചു പോയി അതിനകത്ത് അത് മരിച്ചോന്ന് നോക്കുമ്പോ അത് ചത്ത് കിടപ്പുണ്ട്. മുഖമൊക്കെ കരിഞ്ഞ ഒരു അവസ്ഥയിൽ. അങ്ങനെ അതിനെ കൊണ്ടുവന്ന് ഒരു പഴയ ഫ്രിഡ്ജിനകത്തിട്ട് ഇവര് പൂട്ടി വെക്കും. എല്ലാം കഴിഞ്ഞിട്ട് കൊണ്ട് എവിടെയെങ്കിലും സംസ്കരിക്കാൻ. അപ്പൊ ഈ ബുഡി അല്ലാതെ വേറൊരു പയ്യനുണ്ട്, അവനെ റോബിൻഹുഡ് എന്ന് പറയാം. ഈ റോബിൻഹുഡ് അവളെന്റെ സിസ്റ്റർ ആയിരുന്നു, നീ കൊന്നു കളഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ആൽഫിയോട് ചൂടാവുന്നുണ്ട്. ആൽഫി എന്നാ പിന്നെ നീ എന്തേലും ചെയ്യായിരുന്നില്ലേ, നീയൊക്കെ നോക്കി നിൽക്കുമായിരുന്നില്ലേ, എന്നിട്ട് ഇപ്പൊ എന്റെ മെക്കെട്ട് കയറ് എന്ന് പറഞ്ഞിട്ട് ആൽഫി അവനോട് തിരിച്ച് ചൂടാവുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നീയൊക്കെ ഈ സമയം കൊണ്ട് ചത്തു കാണും. അപ്പൊ ഇവിടെ നാറയുടെ അടുത്ത് ആ കണ്ണാടി പെണ്ണ് അവർ രണ്ടുപേരും എന്റെ കൂടെ പിറപ്പുകളായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചാണ് വളർന്നത് എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. അപ്പൊ നാറ എന്റെ വീട്ടുകാരും എന്റെ അപ്പ അമ്മ എല്ലാവരും മരിച്ചു, ഞാനും തനിച്ചാണെന്ന് പറയും. അങ്ങനെ അവര് കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോ ആൽഫി നോക്കുമ്പോ ആ ഗ്ലാഡിസ് പെണ്ണ് അവക്ക് എന്തൊക്കെയോ ഒരു മാറ്റമുണ്ട്. അവള് പല്ലും കടിച്ച് ആ ബ്ലാക്ക് ബൈബിൾ കൈ പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. ആൽഫി തിരിച്ചു വന്നിട്ട് ഇനി ഒരൊറ്റ നിമിഷം ഞാൻ ഇവിടെ നിൽക്കാൻ പറ്റില്ല, നീ എന്താ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ആ കണ്ണാടിക്കാരിയോട് ചൂടാവും. നീയല്ലേ പറഞ്ഞത് ആ മന്ത്രം പറഞ്ഞ ഉടനെ ഇവിടുത്തെ കേഴ്സ് മാറുമെന്ന്, എന്നിട്ട് തിരിച്ചെന്തിനാ പ്രേതം വന്നു, ആ പെണ്ണിനെ കൊന്നുകളഞ്ഞു, നീ ശരിക്കാണോ അത് നോക്കിയത് അതോ എന്നെ പറ്റിക്കുകയായിരുന്നു? ആ പെണ്ണ് ആ ബുക്ക് കാണിച്ചിട്ട് പറയും സത്യമായിട്ടും ഇതിലുള്ള പോലെയാണ് ഞാൻ പറഞ്ഞത്, എനിക്കറിയില്ല എന്താ സംഭവിച്ചെന്ന്. അതിന് ആൽഫി എനിക്കറിയേണ്ട ആവശ്യമില്ല, നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ ചെയ്തു, ഇനി വരുന്നത് നിങ്ങൾ ഫേസ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് നാരായണനെ വിളിച്ചിട്ട് അവിടുന്ന് പുറത്തേക്ക് വരും. അപ്പൊ ഇവരെല്ലാം തടയുന്നുണ്ട്. നീ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ആരെ കൊണ്ടും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, നീ ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറയും. പക്ഷെ ആൽഫി അത് നിങ്ങളുടെ പ്രശ്നമാണ്, എനിക്കറിയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോ തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് കാറി കയറും. ആ ബുഡി ചക്കൻ അവരെ കൊണ്ടുപോയി വിടാൻ വേണ്ടി കാർ സ്റ്റാർട്ടാക്കും. പക്ഷെ കാർ സ്റ്റാർട്ട് ആവില്ല. അവൻ എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് പുറത്തു വന്ന് ചെക്ക് ചെയ്യുമ്പോൾ അതിന്റെ കേബിളൊക്കെ ആരൊക്കെയോ വലിച്ചു പറിച്ച് കളഞ്ഞിട്ടുണ്ട്, പഴയ പടത്തി കണ്ട അതേപോലെ. അപ്പൊ ആൽഫി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുമ്പോ പുറകിന്ന് ആൽഫി നിനക്കെന്നെ വിട്ട് പോണോ എന്നൊരു ശബ്ദം. ഇവള് നാറാന്ന് പറഞ്ഞിട്ട് ആ കണ്ണാടി നോക്കുമ്പോ ആ പ്രേതം
പ്രേതം പുറകെ വന്നിട്ട് പേടിപ്പിക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോ അത് നാറ തന്നെയാണ്. ഇവള് സമാധാനിച്ച് നിൽക്കുമ്പോ ഒരു സാധനം വന്ന് വീഴും ഇവളുടെ മേത്ത്. കട്ട് ചെയ്ത ആൽഫി ഞെട്ടി എഴുന്നേറ്റ് പുറത്തേക്ക് വരുമ്പോ അവിടുത്തെ ലൈറ്റ് പോവും. ഇവൾ ഓടി നാറാന്ന് പറഞ്ഞിട്ട് അവളുടെ അനിയത്തിനെ ചെക്ക് ചെയ്യാണ്. അപ്പൊ ആ ചെറിയ പാവ അത് മെല്ലെ മെല്ലെ നടന്നു പോകുന്ന ഇവള് കാണും. പെട്ടെന്ന് ഒരു കൈ വന്നിട്ട് ആ പാവേനെ എടുത്തോണ്ട് പോകും. ഇവള് പേടിച്ച് നിൽക്കുമ്പോ ഒരു രൂപം തല കീഴായിട്ട് ഇവളുടെ നേരെ 4 കാലി നടന്നു വരുന്നിട്ട് നേരെ നടക്കൂല. അത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഉമ്മാര് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇവള് പേടിച്ചാരന്റെ ഓട്ടും അത് പുറകെ കൂട്ടി വന്നിട്ട് അവിടെ നിന്നിട്ട് സീൻ കാണിക്കുവാണ്. പേടിക്കടേ. അപ്പൊ അവള് പൊടിക്കുക എന്റെ അമ്മോ എന്ന് പറഞ്ഞ അവള് ഓട്ടുവാണ്. തീർന്നില്ല. അവള് ഓടിപ്പോകുമ്പോ അവളുടെ തന്ത അവിടെ നിൽപ്പുണ്ട്. അതായത് അവളുടെ പഴയ തന്ത. അപ്പൊ ഇവള് തന്തയോട് ചൂടാവും. നീ കാരനാണ് ഇതെല്ലാം സംഭവിച്ചത്, നിന്റെ ഗ്രീഡ് കാരണം, നിന്റെ അത്യാഗ്രഹം കാരണം. അപ്പൊ ആ തന്ത പറയും, ഞാൻ എത്രയോ ശ്രമിച്ചു നിന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, പക്ഷെ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. സാത്താന് നിന്നെ വേണം, നിന്റെ ആത്മാവിനെ വേണം, അതിനു വേണ്ടിയിട്ടാണ് നിന്നെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നത്. നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടി രക്ഷപ്പെടുകയെന്ന് പറയാ അയാള്. ഇവള് ഒച്ച വെച്ച് പേടിച്ചു നോക്കുമ്പോ അവിടെ തന്ത കാണില്ല. തിരിഞ്ഞു നോക്കുമ്പോ ഈ വീട്ടിലെ തന്ത അതിങ്ങനെ വായും പൊളിച്ച് അവളെ പേടിപ്പിച്ച് കൈ കയറി പിടിക്കും. ഇവള് ഞെട്ടി എഴുന്നേൽക്കുമ്പോ അവൾ ഉറക്കത്തിലാണ്. പക്ഷെ അവളുടെ കയ്യിലായിട്ട് ആ സാത്താന്റെ പാടുണ്ട്. വീണ്ടും അവളുടെ കയ്യിലേക്ക് ആ പാട് വന്നു. ആ ബുഡിച്ചക്കൻ അവളുടെ കയ്യിലുണ്ടായ മുറിവ് അതൊക്കെ വെച്ച് കെട്ടിക്കൊടുക്കും. അപ്പൊ അവന്റെ കയ്യിലും ഒരു പാടുണ്ട്. അതെന്താന്ന് ചോദിക്കുമ്പോ അവൻ പറയും, ഒരുപാട് പേടിച്ച് അവസാനം ജീവിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായിട്ട് അവൻ തന്നെ സ്വയം മരിക്കാൻ ശ്രമിച്ചാണ്. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ സംസാരിച്ച് ചെറിയൊരു സൗഹൃദം അവിടെ സ്ഥാപിക്കുകയാണ്. അപ്പൊ ഇവരുടെ ഫാമിലി ഫോട്ടോ, ആ ചെറുപ്പത്തിലെ ഫോട്ടോ കണ്ടിട്ട് ആൽഫയ്ക്ക് എന്തോ സംശയം വരും. എന്നാലും അവൾ ഇവരെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാവരെയും വിളിച്ചു വരുത്തും. എന്നിട്ട് ആ കണ്ണാടി പെണ്ണിനോട്, നീ വേണം ഇതിലെ മന്ത്രങ്ങൾ ഓരോന്നായിട്ട് എനിക്ക് പറഞ്ഞുതരാൻ, എന്നെക്കാളും നിനക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് അറിയൂ, നീ അത് പഠിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് അതിലെ ഓരോ കാര്യങ്ങൾ ആ കേഴ്സ് മാറ്റാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഇവള് പറഞ്ഞു തരാൻ പറയും. ആ സമയത്ത് എല്ലാവരും ഒരുമിച്ച് വേണമെന്ന് പറഞ്ഞിട്ട് റോബിൻഹുഡ് പയ്യനെ ഗ്ലാഡിസിനെ വിളിച്ചുകൊണ്ടുവരാൻ വേണ്ടി അവളുടെ മുറിയിലേക്ക് പറഞ്ഞു വിടും. എന്നിട്ട് ഇവരിവിടെ ആ ശാപം തീർക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കുമ്പോ ഈ കണ്ണാടി പെണ്ണ് ആ ബ്ലാക്ക് ബൈബിളിലെ ഒരുപാട് നോട്ട്സ് എടുത്തിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അവൾ അതുമായിട്ട് കളിക്കുകയായിരുന്നു. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് നമ്മുടെ ആൽഫി പറയുന്നുണ്ട്. എന്നിട്ട് ആൽഫി ആ ബൈബിളില് ഇവള് കൈവച്ച ഭാഗം നോക്കുമ്പോ അതിലൊരു ഭാഗം കൈരേഖ നേരെ പതിഞ്ഞിട്ടില്ല. അപ്പോൾ അവൾ ആലോചിക്കും, ഈ ഗ്ലാഡിസിന്റെ കയ്യില് ഒരു പ്ലാസ്റ്റർ ഉണ്ടായിരുന്നു. സോ അവളാണ് ഇവളെ കൂടാതെ അതിൽ കൈരേഖ പതിച്ചത്. സോ അവൾ എന്തോ ചെയ്തിട്ടുണ്ട്. അവൾ അവരുടെ ഫാമിലി ഫോട്ടോ എടുത്ത് നോക്കും. അവൾക്ക് എന്തൊക്കെയോ മനസ്സിലാവും. അതേസമയം ഇതൊന്നും അറിയാതെ ആ റോബിൻഹുഡ് പയ്യൻ ഗ്ലാഡിസിന്റെ മുറി വരുമ്പോ അവളുടെ മുറിയില് ആരും അറിയാത്ത ഒരു ബേസ്മെന്റ് ഉണ്ട്. അതിനു ചുറ്റും സാത്താന്റെ ചിഹ്നം ആരോ വരച്ചിട്ടുണ്ട്. ഇവനത് നോക്കി നിൽക്കുമ്പോ ആ ഗ്ലാഡിസ് ഇവന്റെ പുറകെ വന്ന് നിൽപ്പുണ്ടാവും. എന്നിട്ട് അവള് അവന്റെ പേര് വിളിച്ചിട്ട് അവനെ ദൂരത്തേക്ക് തള്ളിയിടും. അവൻ നീ എന്താ ചെയ്യണമെന്ന് പറഞ്ഞ് പുറകെ ഓടി വരുമ്പോ അവനെ കതവ് വെച്ച് ലോക്ക് ചെയ്ത്, ചെറുപ്പത്തിലേ നീ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കില്ല, എപ്പോഴും നമ്മുടെ അച്ഛനെ എതിർക്കുമായിരുന്നു, ഇപ്പൊ അതേപോലുള്ള ഒരു ശിക്ഷ കൂടി നീ അനുഭവിക്കണം, ഈ മുറി തന്നെ കടന്നോ, പക്ഷെ ഇപ്രാവശ്യം നീ ജീവനോടെ പുറത്തു വരില്ല എന്ന് പറഞ്ഞിട്ട് അവളെ മുറി വലിച്ചടച്ചിട്ട് അവിടുന്ന് പൊക്കളയും. ഇവിടെ ആൽഫി ആ ഫോട്ടോ എടുത്തിട്ട് ഇവർക്ക് കാണിച്ചു കൊടുത്തിട്ട് പറയും, നിനക്ക് സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ആ ഫോട്ടോയില് ഈ ഗ്ലാഡിസ് പെണ്ണ് ആ തന്തയുടെ മടിയിലാണ് ഇരിക്കണേ. സോ ഗ്ലാഡിസ് പെണ്ണിനും ആ തന്തയ്ക്കും വേറെ എന്തോ ഒരു ബന്ധമുണ്ട്. ഇവിടെ റോബിൻഹുഡ് പയ്യൻ ആ വോക്കി ടോക്കി എടുത്തിട്ട് ബുഡി ഞാൻ ഒറ്റയ്ക്കാണ് ഓടിവാന്ന് പറഞ്ഞ് പേടിച്ചവനെ വിളിക്കുന്നുണ്ട്. പക്ഷെ കോള് പോകില്ല. അപ്പോ ഇവര് ഫ്രിഡ്ജി അടച്ചു വെച്ച ആ പേടിയില്ല പെണ്ണിന്റെ ജഡം അത് പുറത്തേക്ക് ചാടുന്നുണ്ട്. ഇവൻ ശബ്ദം കേട്ട് അവിടെ ലൈറ്റർ വെച്ച് അടിച്ചു നോക്കുമ്പോ ആ സാധനം ഇവന്റെ പുറകിലായിട്ട് വന്ന് കുത്തിയിരിപ്പുണ്ട്. ഇവൻ പേടിച്ച് പുറകിലേക്ക് മാറും. അത് ആ കെട്ടൊക്കെ പൊളിച്ചിട്ട് ഇവന്റെ അടുത്തേക്ക് ഓട്ടി വന്ന് ഇവനെ കേറി പിടിക്കും. ഇവൻ പേടിച്ച് പറിച്ച് അവിടെ നിന്ന് ചാടി മാറി ചുറ്റും നോക്കുമ്പോ അതിനെ കാണില്ല. പേടിച്ചിവൻ ഒരു മണ്ടനെ പോലെ ചിരിക്കാൻ തുടങ്ങും. പെട്ടെന്നൊരു കൈ വന്ന് അവന്റെ മുഖത്തേക്ക് പിടിച്ച് വലിക്കും. അത് അവന്റെ മുഖം മുഴുവൻ കൈകൊണ്ട് പിഴുത് പറിച്ച് മോന്തയൊക്കെ കീറി പറിച്ച് ആ ബേസ്മെന്റിൽ അടിയിലേക്ക് വലിച്ചെടുത്തോണ്ട് പോകും. അപ്പൊ ഇവിടെ ആൽഫി എന്തോ മനസ്സിലാക്കിയിട്ട് ആ കണ്ണാടി പെണ്ണിനോട് ചൂടാവുകയാണ്. അപ്പൊ നീയും ഗ്ലാഡിസും കൂടിയാണ് നിന്റെ മരിച്ചുപോയ തന്തനെ തിരിച്ചു കൊണ്ടുവന്നല്ലേ, എന്തിനാ നീ അങ്ങനെ ചെയ്ത്, എന്നെ എന്തിന് ഇതിലേക്ക് വലിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ചൂടാകുന്നുണ്ട്. അവൾ വന്ന് കതവ് തുറന്നു നോക്കും. പക്ഷെ കതവ് തുറക്കാൻ പറ്റില്ല, ആരോ പൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോ അവരുടെ വാക്കി ടോക്കിയിലായിട്ട് ആ പ്രേതം ചിരിക്കുന്ന ശബ്ദം, നിങ്ങൾ ആർക്കും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല, ആൽഫി നീ എന്റേതാണ്, നിന്റെ ആത്മാവ് എനിക്കാണ് എന്ന് പറയുന്നുണ്ട്. ആൽഫി ടെൻഷനായിട്ട് ആ വാക്കി ടോക്കി പറിച്ചെടുത്ത് അത് താഴെയിട്ട് ചവിട്ടി പീസാക്കും. എന്നിട്ട് അവിടുന്ന് പുറത്തു വരാൻ നോക്കുമ്പോ അവിടുന്ന് കട്ട് ചെയ്ത ഈ ഗ്ലാഡിസ് പെണ്ണ് ചത്തുപോയ തന്തയുടെ ചത്തുപോയ ഭാര്യയുടെ വസ്ത്രം അണിഞ്ഞിട്ട് ഒരു കട്ടിലിൽ കടന്നിട്ട്, ഫാദർ എന്റെ അടുത്തേക്ക് വരൂ, ഞാൻ സ്നേഹിക്കാൻ തയ്യാറായി, എന്റെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിക്കുന്നിട്ട് അപ്പോ എന്തോ ഒരു സാധനം അവളുടെ ശരീരം മുഴുവൻ വരിഞ്ഞു മുറുക്കി അവളുടെ ശരീരത്തോടെ ഇങ്ങനെ തലോടി രസിക്കുന്നുണ്ട്. അവൾ അതുകൊണ്ട് ആനന്ദത്തിമൃതമാടി രസിച്ച് കിടക്കുവാണ്. അപ്പൊ ഇവിടെ ആൽഫി കഥവും പൊളിച്ച് പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്ന് നോക്കുമ്പോ അവിടെ പടിയിലായിട്ട് ഇരിപ്പുണ്ട് നമ്മുടെ ഗ്ലാഡിസ്. അവൾ പറയും, അച്ഛൻ വീണ്ടും വന്നു, നമ്മളെല്ലാവരെയും ഒത്തൊരുമിച്ച് കാണാനാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം, നമ്മൾ വീണ്ടും ഒന്നിക്കും, നീ
പേടിക്കണ്ടെന്ന് അവള് ബുട്ടിയോട് പറയും. അപ്പൊ ബുട്ടി കരഞ്ഞിട്ട് നീയാണ് ഇതിനെല്ലാം കാരണം, ദേവിനെ നീയാണ് കൊന്നതല്ലേ, അവൾ എന്ത് തെറ്റ് ചെയ്തു, നീ എന്തിനെങ്ങനെ ചെയ്തെന്ന് പറഞ്ഞിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് പോവുക. ആ ദേവി പെണ്ണ് അവൾ ഇവളുടെ കൂടെ കിടന്നിട്ട് ഫോൺ വന്ന് എഴുന്നേറ്റ് പോക്കുമ്പോ ഈ ഗ്ലാഡിസ് ആ ബ്ലാക്ക് ബൈബിൾ എടുത്തിട്ട് അവളുടെ മുദ്ര അതിൽ പതിപ്പിച്ചിട്ട് ആ സാത്താനോട് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് അത് ദേവിനെ കൊന്നുകളഞ്ഞ്. കാരണം ദേവിയാണ് ഇവരുടെ അച്ഛനെ തീ കൊളുത്തി കൊന്നത്. അതുകൊണ്ട് സാത്താനോട് ചോദിച്ചിട്ട് ദേവിനെ കൊന്നത് ഈ ഗ്ലാഡിസ് ആണ്. കാരണം ഗ്ലാഡിസും ആ അച്ഛനും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. ഇതുവരെ മനസ്സിലാക്കിയിട്ട് നീ എന്തിനെങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുമ്പോ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് അച്ഛൻ നമ്മളെല്ലാവരോടും സ്നേഹമായിരുന്നു, പക്ഷെ നിങ്ങളത് മനസ്സിലാക്കിയില്ല, നിങ്ങൾ അച്ഛനെ കൊന്നുകളഞ്ഞു എന്ന് പറയും. അപ്പൊ ഈ ചെക്കൻ ടെൻഷനായിട്ട് ആ ബ്ലാക്ക് ബൈബിൾ എടുത്ത് കത്തിക്കാൻ തുടങ്ങും. ഗ്ലാഡിസ് കൈ നീട്ടി അവനെ പിടിച്ച് പൊക്കി ഭിത്തിയിലടിച്ച് അവനെ താഴെ വീഴ്ത്തും. അവൻ ബോധം കെട്ട് വീഴുമ്പോ അവൾ ആ ബൈബിൾ എടുത്തിട്ട് അവിടുന്ന് മാറിപ്പോകാൻ നോക്കും. നമ്മുടെ ആൽഫി അവളെ തടയാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് ഓടി വരും. അപ്പൊ ഈ ഗ്ലാഡിസ് കൈ കാണിച്ചിട്ട് അവളുടെ ശക്തി ആൽഫിനോട് കാണിക്കാൻ ശ്രമിക്കുമ്പോ ആൽഫിക്ക് അത് ഏൽക്കില്ല. അവള് ഗ്ലാഡിസിന് മേലെ ചാട്ടി വീണിട്ട് അവളുടെ മോന്തയ്ക്ക് കുത്തി നിന്നെക്കാളും വലിയ എത്രയോ സാത്താനെ ഞാൻ കണ്ടതാടി, എന്റെ മേത്ത് അത് ഏൽക്കില്ല എന്ന് പറയും. അപ്പൊ ഈ സൈത്താൻ ഗ്ലാഡിസ് ചിരിച്ചിട്ട് കൈ നീട്ടി അവിടെ കിടക്കുന്ന ബുഡിയുടെ ബോഡി അതിനെ വലിച്ച് ഈ ആൽഫിയുടെ മേത്ത് തട്ടി തെറിപ്പിക്കും. എന്നിട്ട് അവള് നാറയെ പിടിക്കാൻ അവളുടെ അടുത്തേക്ക് വരുമ്പോ ഈ കണ്ണാടി പെണ്ണ് തടഞ്ഞിട്ട് നീ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെയ്തത്, നമ്മളെല്ലാവരും തിരിച്ചൊരുമിച്ച് ജീവിക്കാമെന്ന് നീ പറഞ്ഞു, പക്ഷെ നീ ദേവിനെ മുതൽ എല്ലാവരെയും കൊന്നുകളഞ്ഞു, എല്ലാവരും മരിക്കാൻ കാരണം നീയാണ്, നീ എന്തിനിത് ചെയ്തു എന്നൊക്കെ അവള് പറയുമ്പോ ഈ പെണ്ണ് കൈ നീട്ടി കാണിക്കും. നിനക്ക് ഓർമ്മയില്ലേ, ഈ ഗ്ലാഡിസ് ചെറുപ്പത്തില് ആ കണ്ണാടി പെണ്ണിനെ വിളിച്ചിട്ട് പോയി അവളുടെ തന്തയ്ക്ക് കൊടുക്കും. സോ ആദ്യം ഗ്ലാഡിസ് ആണ് ആ തന്തയുടെ അടുത്ത് പൊക്കോണ്ടിരുന്നത്, എന്നിട്ട് പിന്നെ ഈ കണ്ണാടി പെണ്ണിനെയും കൊണ്ടുപോകും. അറിയാത്ത പ്രായത്തില് അറിവില്ലായ്മ കൊണ്ട് അത് സ്നേഹമാണെന്ന് അവള് ധരിച്ചിരുന്നു. അതുകൊണ്ടാണ് അവള് അയാളെ തിരിച്ചു കൊണ്ടുവരാൻ സഹായിച്ചത്. അപ്പൊ ആൽഫി പുറകെ നിന്ന് വിളിച്ചു പറയും, അവള് പറയുന്ന ഒന്നും കേൾക്കണ്ട, അവള് നമ്മളെല്ലാവരെയും കൊല്ലും, ഇത് സാത്താന്റെ പ്രവൃത്തിയാന്ന് പറയും. ഈ ഗ്ലാഡിസ് അവളുടെ പുറകെ പോകുമ്പോ കണ്ണാടി പെണ്ണ് കത്തി എടുത്തിട്ട് ഗ്ലാഡിസിനെ കുത്താൻ വരുന്നുണ്ട്. പക്ഷെ അവള് തടഞ്ഞിട്ട് ആ കത്തിയും കൊണ്ട് ഈ കണ്ണാടി പെണ്ണിനെ തന്നെ തിരിച്ചു കുത്തും. അവൾ അങ്ങനെ കുത്തുകൊണ്ട് ഈ ഗ്ലാഡിസിന്റെ മേത്തേക്ക് വീഴും. ആ സമയത്ത് അവൾ ആ ബ്ലാക്ക് ബൈബിൾ അടിച്ചു മാറ്റും. ഗ്ലാഡിസ് അവളെ തട്ടിത്തെറിപ്പിക്കും. അവൾ പറന്നു പോയിട്ട് ഒരു മുറിക്കകത്ത് വീഴും. ഇവളൊരു വിളക്ക് കൊണ്ടുവന്ന് ആ മുറി മുഴുവൻ ആ വിളക്കിട്ട് തീ കത്തിക്കും. അതിനകത്ത് നമ്മുടെ ആൽഫിയും കണ്ണാടി പെണ്ണും തീപ്പെട്ട് വെന്ത് മരിക്കാൻ നിൽക്കുവാണ്. അപ്പൊ കണ്ണാടി പെണ്ണ് ആ ബ്ലാക്ക് ബൈബിൾ ആൽഫിക്ക് കൊടുത്തിട്ട് പറയും, ഇതിലുള്ള മന്ത്രം നീ ജപിച്ചാൽ മതി, ആ സാത്താന്റെ കേഴ്സ് നമ്മളെ വിട്ട് മാറിപ്പോ, ഞാൻ ചെയ്ത തെറ്റിന് എനിക്കുള്ള ശിക്ഷ കിട്ടി, നീയും നാരെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നു പറഞ്ഞിട്ട് അവള് കണ്ണടച്ച് മരിക്കും. അതേസമയം ഈ ഗ്ലാഡിസ് നമ്മുടെ നാരേനെ പിടിക്കാൻ പോവാണ്. നാറ ഒളിച്ച് മാറി നിൽക്കുമ്പോ അത് പുറകെ വന്നിട്ട് നാറാ എന്ന് വിളിച്ച് പിടിക്കാൻ നേരം നാറ അവളുടെ കയ്യിലുള്ള ഷോക്ക് ആ പ്രയത്തിന്റെ വായി വെച്ച് അവളെ ഷോക്ക് അടിപ്പിച്ച് വീഴ്ത്തും. എന്നിട്ട് അവൾ വീഴുമ്പോ ഇവള് എഴുന്നേറ്റ് പോകാൻ നോക്കുമ്പോ ആ സാധനം പിന്നെ എഴുന്നേറ്റ് വരുന്നുണ്ട് അവളുടെ നേരെ തന്നെ. അപ്പൊ ഇവിടെ നമ്മുടെ ആൽഫി അവളുടെ കയ്യിലെ രക്തം എടുത്തിട്ട് വീണ്ടും പതിപ്പിച്ച് ആ മന്ത്രം ഉരുവിടാൻ തുടങ്ങും. എന്നിട്ട് ബാബ സ്റ്റൈലില് ബാബ ആ കഥവൊക്കെ പൊട്ടി തീയൊക്കെ ആളിക്കത്തുമ്പോ അവൾ അതിലൂടെ നടന്നു വരും. അവളുടെ കൈയിൽ തീ കത്തി അവളുടെ കൈയും ഒരു സാത്താന്റെ കൈയായിട്ട് മാറും. സോ അവക്ക് എന്തോ ഒരു പവർ വന്നിട്ടുണ്ട്. ഇനി ആ പവർ കൊണ്ടായിരിക്കും അവള് കളിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് എന്തോ. അവള് പുറത്തേക്ക് ഓടി വന്നിട്ട് ഈ ബുട്ടി പയ്യനെ തോളത്ത് വലിച്ച് ആ വീടിന് പുറത്തു കൊണ്ടുവന്ന് ഇട്ടിട്ട് പറയും, നീ ഇവിടെ കാത്തിരിക്കും, നിന്റെ കുടുംബം നഷ്ടപ്പെട്ടു, പക്ഷെ നീയെങ്കിലും ജീവനോടെ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നാറയെ വിളിച്ചുകൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് ഓടി വരും. അകത്ത് ഓടി വരുമ്പോ ഈ സീൻ കണ്ടാണ് ഞാൻ ഒരുപാട് പേടിച്ചത്. ആ പഴയ തന്തയും അവന്റെ ഭാര്യയും അവിടെ ഇരുന്ന് ചിരിച്ച് TV കാണുന്നുണ്ടാവും. ഒരു മനുഷ്യൻ എങ്ങനെ ചിരിക്കാതിരിക്കും പറയും, ഇത് കണ്ടിട്ട് എങ്ങനെ ഒരു മനുഷ്യൻ ചിരിക്കാതിരിക്കും, എന്തോന്നേ പ്രേതകഥയോ. അവളത് കാര്യാക്കില്ല. ശരി ഞാൻ പേടിച്ചു എന്ന് പറഞ്ഞിട്ട് അവളൊരു ടോർച്ച് ലൈറ്റ് എടുത്തിട്ട് വീണ്ടും അകത്തേക്ക് വരും. അവിടെ ഗ്ലാഡിസിന്റെ മുറിയിൽ അവിടുത്തെ ബേസ്മെന്റ് തുറന്ന് അവൾ അകത്തേക്ക് വരും. അങ്ങനെ അകത്ത് വന്ന് ടോർച്ച് അടിച്ച് നോക്കുമ്പോ നേരത്തെ മരിച്ച ആ റോബിൻഹുഡ് പയ്യൻ അവ മുഖമൊക്കെ ചിന്നിച്ചതറി ഇവളുടെ അടുത്തേക്ക് ഓടി വരും. ഇവള് പേടിച്ച് അവിടെ നിന്ന് ഓടുന്നുണ്ട്. ഓടി അടുത്ത മുറി വരുമ്പോ അവിടെ ഈ 2 പ്രേതം. ആ പ്രേതത്തിനെ കണ്ട് ഇവള് ഡോറ് വലിച്ചടയ്ക്കുമ്പോ അത് ഇവളെ പിടിച്ചു വലിക്കുന്നുണ്ട്. ഇവളുടെ കയ്യിൽ ആ ശക്തി വരും. ആ ശക്തി കണ്ട ഉടനെ അതുങ്ങള് പേടിച്ചോടും. അവിടെ നിന്ന് അവള് നാറെ തപ്പി നടക്കുമ്പോ നാറ ആ കണ്ണാടി പെണ്ണ് അവളുടെ മുറി വന്ന് ഒളിച്ചിരിക്കുകയായിരിക്കും. അവളെയും കെട്ടിപ്പിടിച്ച് നമുക്ക് ഇവിടെ നിന്ന് ഓടിപ്പോണം എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പുറത്തേക്ക് വരുമ്പോ അവിടെ കിടക്കുന്ന ചേട്ടം അത് എഴുന്നേക്കുന്നുണ്ട്. പക്ഷെ ഇവര് കണ്ടില്ല, അതുകൊണ്ട് ഇവര് പേടിച്ചില്ല. ആ പ്രേതം പറ്റിക്കപ്പെട്ടു. എന്നിട്ട് ഇവര് ഓടി താഴത്തേക്ക് വരുമ്പോ അവിടെ എഴുന്നേറ്റ പ്രേതം തണുത്ത് വിറച്ചിട്ട് ഒരു പുതപ്പ് മൂടി ഇവരുടെ അടുത്തേക്ക് വരും. വായൊക്കെ തുറന്നിട്ടുണ്ട് പാവം. എന്നിട്ട് മുന്നിൽ വന്നിട്ട് അതൊരു മാജിക്കും കാണിക്കും. അതിനകത്തുള്ള പെണ്ണ് ഇങ്ങനെ മറഞ്ഞു പോയിട്ട് ഒരാണായിട്ട് വരും. കൈ വല്ല 5 10 ഉണ്ടാക്കി കൊടുക്കായിരുന്നു. അപ്പൊ ഇവര് ഇല്ല പേടിക്കണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും പേടിച്ച് ഓട്ടുവാണ്. അത് ആ തന്തയാണ്. ആ തന്ത ചാടി നമ്മുടെ ആൽഫിനെ തട്ടിത്തെറിപ്പിക്കും. അത് വീണ്ടും ഈ ഗ്ലാഡിസ് ആയിട്ട് മാറും. അപ്പോ ഇവള് കൈ കൊണ്ട് അതിനെ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട്. ആ സാധനം പറയും, നിന്റെ പ്രവൃത്തിയൊന്നും എന്റെ അടുത്ത് നടക്കില്ല, അതിനേക്കാളും ഞാൻ ശക്തിയേറിയതാണ്. അത് അവളുടെ മുഖത്ത് പിടിച്ചിട്ട് ടാറോ അഴുക്കോ എങ്ങാണ്ട് കറുത്ത സാധനം ഇവളുടെ മുഖത്തേക്ക് തുപ്പുന്നുണ്ട്. ഇത് ഡിച്ച് കിടന്ന ജന്തുവാണ്. എന്നിട്ട് നാക്ക് നീട്ടി അവളെ നക്കാനും തുടങ്ങും. എന്നിട്ട് ആ നാക്ക് അവളുടെ വായിലേക്ക് ഇങ്ങനെ കുത്തി തിരികുവാണ്. ഇവളൊരു കത്തിയെടുത്ത് ആ നാക്കിനെ അങ്ങ് വെട്ടാൻ തുടങ്ങും. അത് നാക്കുള്ളിലേക്ക് വലിച്ചിട്ട് ആൽഫിനെ തട്ടിത്തെറിപ്പിക്കും. തെറിച്ചു വീണ ആൽഫി നാറേനെ കെട്ടിപ്പിടിച്ചിട്ട് എന്ത് സംഭവിച്ചാലും പേടിക്കണ്ട, നമ്മൾ എന്തൊക്കെയോ കടന്നു വന്നവരാണ്, നമ്മളെ തകർക്കാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവള് കയ്യിൽ എന്തൊക്കെയോ മന്ത്രം ചൊല്ലി ടെൻഷനായി അവിടെ നിന്ന് എഴുന്നേറ്റ് ഓട്ടി വന്ന് ആ പ്രേതത്തിനെ തട്ടിത്തെറിപ്പിച്ച് ഭിത്തിയോട് ചേർത്ത് പിടിച്ച് ഇടിക്കുവാണ്. അപ്പൊ അവളുടെ കയ്യിൽ ആ മന്ത്രപ്രവൃത്തി അതങ്ങോട്ട് കിടന്ന് കത്താൻ തുടങ്ങും. അവള് കൈ നീട്ടി അവിടുത്തെ സുദർശന ചക്രം അത് ആക്ടിവേറ്റ് ചെയ്യും. അതിങ്ങനെ കറങ്ങി വന്ന് ഈ ഗ്ലാഡിസിന്റെ തലയെ തന്നെ ചെത്തി തറക്കിയാണ്. അങ്ങനെ മണ്ട പിളർന്ന് ആ സാധനം ചത്തു വീഴും. എന്നിട്ട് അവൾ പുറത്തേക്ക് ഓടി വരുമ്പോൾ അത് വീണ്ടും എഴുന്നേക്കുന്നുണ്ട്. ഈ സാധനം അങ്ങനെ വീണ്ടും എഴുന്നേറ്റ് വരും. ഇവര് വീടിന് പുറത്തേക്ക് ഓടി വന്ന് ചാടുമ്പോൾ അതും വീടിന് പുറത്തേക്ക് വന്ന് ഇവരെ പേടിപ്പിക്കുന്നുണ്ട്. നീ ഇല്ലാതെ ഞാൻ പോകില്ല, നിന്നെ
യജമാനെ ഒരുപാട് ഇഷ്ടമാണ്, നിന്റെ ആത്മാവാണ് അദ്ദേഹത്തിന് പ്രീതി നൽകുക എന്ന് പറഞ്ഞിട്ട് ഇവളെ കൊല്ലാൻ നിൽക്കുമ്പോ ആ ബുഡിച്ചക്കൻ കാർ കൊണ്ട് സ്പീഡ് ഓടിച്ച് ആ സാധനത്തിനെ ഇടിച്ച് തെറിപ്പിക്കും. അതങ്ങനെ തെറിച്ച് വീണ് ചത്തുന്ന് വിചാരിക്കുമ്പോൾ അത് വീണ്ടും കടന്ന് പെടയുന്നുണ്ട്. അപ്പൊ ഈ ഗ്ലാഡിസ് പെണ്ണ് അച്ഛാ എന്നെ വിട്ട് പോകല്ലേ, അച്ഛാ എന്നെ വിട്ട് പോകല്ലേ എന്ന് പറയുന്നുണ്ട്. സോ അവൾക്ക് ബോധം ഏകദേശം വന്നിട്ടുണ്ട്. ആ സമയത്ത് അവളുടെ വയറും പൊളിച്ചിട്ട് ആ പഴയ തന്ത അവളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് നമ്മുടെ ആൽഫിയുടെ നേരെ ചാട്ടി വന്ന് ആൽഫിയുടെ ശരീരത്തേക്ക് കയറുന്നത്. അപ്പൊ ആൽഫി അവളുടെ അനിയത്തി നാറേനെ, എനിക്ക് വേറെ വഴിയില്ല, നീ അകന്നു പോ, ഇതിനെ കൊല്ലാതെ ഞാനോ നീയോ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല, അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കത്തിയെടുത്ത് അവളുടെ സ്വന്തം നെഞ്ചത്ത് അവൾ ആഞ്ഞു കുത്തും. എന്നിട്ട് ആ പ്രേതവും അവളും അവിടെ തന്നെ മരിച്ചു വീഴാണ്. അങ്ങനെ അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത ആൽഫി ഇപ്പൊ നരകത്തിലെത്തി. അവിടെ കാട്ടാളന്റെ രൂപത്തില് വലിയ കൊമ്പൊക്കെ വെച്ചിട്ട് ഒരു സാധനം നിപ്പുണ്ട്. അവൾ അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണ്. എന്താണ്? അപ്പൊ അത് പറയും, ഇന്നെ പോലെ ഒരു ICICI ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, നിനക്ക് വേണമെങ്കിൽ ഞാൻ തരാം, ഇവിടെ ജീവിക്കണമെങ്കിൽ അതൊക്കെ വേണമെന്ന് പറയും. ഇപ്പൊ ഇവള് ടെൻഷനായിട്ട് അതൊന്നും പറ്റൂല, ഓൾറെഡി SBIയിൽ എനിക്ക് ഒരുപാട് ലോൺ ഉണ്ട്, നീ മിണ്ടായിരുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ തട്ടിക്കളയെന്നൊക്കെ പറഞ്ഞ് ഇവള് സാത്താനോട് തന്നെ ചൂട്ടാവുന്നുണ്ട്. നിന്നെ ഞാൻ കൊല്ലൂടാ തിന്നൂടാന്ന് പറഞ്ഞിട്ട്. സംഭവം എന്താന്ന് വെച്ചാൽ ഇവള് തന്നിഷ്ടമല്ല മരിച്ചത്, മറ്റൊരാൾക്ക് വേണ്ടി തന്റെ ജീവൻ സാക്രിഫൈസ് ചെയ്താണ്. അവള് തന്നിഷ്ടം മരിക്കണം, അല്ലെങ്കിൽ ആ പ്രേതം ഇവളെ കൊല്ലണം. മറ്റൊരാൾക്ക് വേണ്ടി ഇവള് മരിച്ചു കഴിഞ്ഞാൽ ആ സോള് ഈ സാത്താൻ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സാത്താൻ ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ ആത്മാവിനെ ഞാൻ സ്വന്തമാക്കുമെന്ന് പറഞ്ഞിട്ട് അവളുടെ നെഞ്ചി കുത്തി അവളെ തിരിച്ച് ഭൂമിയിലേക്ക് പറഞ്ഞു വിടുവാണ്. അങ്ങനെ നമ്മുടെ പെണ്ണ് ഇവിടെ കണ്ണു തുറക്കും, അവക്ക് ജീവൻ വന്നു. ഹീറോയിൻ അങ്ങനെ മരിച്ച രസമല്ലല്ലോ. അപ്പൊ ബൂട്ടി ആ കത്തിയെരിയുന്ന വീടിന് മുന്നിലായിട്ട് അവന്റെ കുടുംബം മുഴുവൻ നിൽക്കുന്ന കാണും. അങ്ങനെ രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം പകലായി അവരവിടെ നിന്ന് കാർ എടുത്ത് പോകാൻ നിൽക്കുമ്പോ ഈ ബൂട്ടി ആ കാറിന്റെ അകത്തുനിന്ന് ആ ബ്ലാക്ക് ബൈബിൾ എടുത്ത് നമ്മുടെ പെണ്ണിന് കൊടുക്കും. എന്നിട്ട് അത് ഇവിടെ തന്നെ വലിച്ചെറി, അത് ഡേഞ്ചർ ആണെന്ന് പറയും. അപ്പൊ നമ്മുടെ പെണ്ണ് ഇതിനേക്കാളും വലിയ ഡേഞ്ചറോ, അനൂപ് ഗോവിന്ദൻ വരെ റിവ്യൂ ചെയ്യുന്നുണ്ട്, അതിനേക്കാൾ എന്താ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് അവര് കാർ എടുത്ത് അവിടുന്ന് പുറപ്പെടും. അങ്ങനെ അവിടെ വെച്ച് മേ ദ ഡെവിൾ ടേക്ക് യു പാർട്ട് 2 അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട്? പാർട്ട് 1 ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ പാർട്ട് 2 ചെയ്യാന്ന് വിചാരിച്ചത്. അതല്ലെങ്കിൽ ഈ സിനിമ ഞാൻ ചെയ്തിട്ടുണ്ടാവില്ല. എന്നാലും അത്യാവശ്യം കാണാൻ കൊള്ളാം. മാത്രമല്ല നല്ല നല്ല ചില പ്രേത സിനിമകൾ തപ്പിപ്പോയപ്പോൾ അതിന്റെ അവസാനം മുഴുവൻ നെഗറ്റീവാണ്. സോ നമ്മുടെ ചാനലിൽ അങ്ങനെ ഒരു നെഗറ്റീവ് കൊടുക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ മാക്സിമം പോസിറ്റീവ് ആയിട്ടുള്ള സിനിമകൾ സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. പ്രേതത്തെ കൊല്ലണം, കൊന്നാലേ ഒരു രസമുള്ളൂ. അതുകൊണ്ട് പ്രേതം ചാവുന്ന പോലുള്ള ഏതെങ്കിലും സിനിമകളുണ്ടെങ്കിൽ പറയൂ, നമുക്ക് ചെയ്യാം. ഈ സിനിമയുടെ അഭിപ്രായവും പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളതും കമന്റിലൂടെ എന്നെ അറിയിക്കൂ. ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അടുത്തത് ഒരുപാട് കൂട്ടുകാർ ചോദിച്ച ഒരു സിനിമയുണ്ട്. ആ സിനിമയായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. പുതിയ കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഫോളോ ചെയ്യാത്തവർ ഇൻസ്റ്റയിലൂടെ ഫോളോ ചെയ്തോളൂ. അടുത്ത അടിപൊളി സിനിമയായിട്ട് വരുന്നത് വരെ അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ